ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ലോക കാണാൻ പോവാണ്. വളരെ നല്ല അഭിപ്രായം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ നല്ല അഭിപ്രായമാണ് പടത്തിന്, അതുകൊണ്ട് മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും നല്ല തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. ഞങ്ങളിപ്പോൾ കയറാൻ പോവാണ് അല്ലേ? കയറാം. ഞങ്ങൾ ഏറ്റവും കിടിലൻ തിയേറ്ററുണ്ട് നമ്മളെ കൊപ്പത്തുള്ള സിൻഡിക്കേറ്റിലാണ്. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ നല്ല മനസ്സോടെയാണ് പോണത്, കാരണം കുറേ പ്രീ ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല അഭിപ്രായമാണ്. നോക്കാം, ഈ പടം കണ്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ പറയാം. ഓക്കെ, പടം തുടങ്ങിയിട്ടുണ്ട്. ഇൻട്രോക്ക് ഒരു രക്ഷയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ പടം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങി. ഞാൻ പറയട്ടെ സംഭവം ഒരു രക്ഷയില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മലയാള സിനിമയുടെ മുഖച്ഛായ ഇതോടുകൂടി മാറും എന്നാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഫിലിം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അല്ലേ ഋഷുവിന്റെ ഒരു റിവ്യൂ? അതായത് മലയാളത്തിൽ നിന്ന് ഒരു ഹോളിവുഡ് സ്റ്റഫ് അങ്ങനെ തന്നെ പറയാം. എല്ലാ മേഖലയും ഒന്നും കളയല്ല. അതെ, അതായത് പിന്നെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ്, ഒരു കിഡ് മൂവി. അതായത് മലയാളത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ സ്റ്റഫ്, ഹോളിവുഡ് ലെവല് സാധനം, ഒന്നും പറയല്ല. എല്ലാ മേഖലയും, അതെ, കാസ്റ്റിംഗ് ആവട്ടെ, അതിൻ്റെ BGM ആവട്ടെ, സിനിമാറ്റോഗ്രാഫി ആവട്ടെ, സ്ക്രിപ്റ്റ് ആവട്ടെ, എല്ലാം 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 അതൊക്കെ എന്താ പറയുക, കോസ്റ്റ്യൂം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആക്ച്വലി ഒരു കോൺസെപ്റ്റ് മൂവി എന്ന് പറയാം അല്ലേ? അങ്ങനെ ഒരു ഭയങ്കര വൈബാണ്. അതെ, അതായത് ഏത് എല്ലാ രീതിയിലുള്ള പ്രേക്ഷകർക്കും നല്ല രീതിയിൽ കണക്റ്റ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ടിപ്പിക്കൽ കഥകളെല്ലാം പൊളിച്ചെഴുതുന്ന, എന്നാൽ കുറെ വ്യത്യസ്തത കൊണ്ടുവന്ന് അല്ലേ? എന്നാൽ അതെല്ലാം നിലനിർത്തുകയും ചെയ്തു, തനത് രീതികളെല്ലാം നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, എല്ലാവരും ഫിലിം പോയി കാണാം, കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഒരു പടത്തിന് പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതല്ല. ശരിയാ. പിന്നെ നല്ല തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, കാരണം ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ചിങ് ഡിമാൻഡ് ചെയ്യണ പടമാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി പറ്റുകയാണെങ്കിൽ മിനിമം ഒരു 4K വിത്ത് ലേസറുള്ള സ്ക്രീൻ തന്നെ ചൂസ് ചെയ്യുക. മാക്സിമം പറ്റുന്ന ആളുകൾ കാലിക്കറ്റ് പാലക്സ് എപ്പിക്യൂ സ്ക്രീനിൽ പോയിട്ട് കാണാം. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാക്സിമം നല്ല രീതിയിൽ നല്ല ലാർജ് സ്ക്രീനിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിന്ന് ഈ ഒരു ലെവൽ മൂവി അത് വേൾഡ് വൈഡ് ആയിട്ട് കൊണ്ടാടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം ആ ഒരു ലെവലിൽ ആളുകൾ അതിനെ ഏറ്റെടുക്കാം. അത്രയും ഉള്ള സ്റ്റഫ് ഉണ്ട് എന്നാണ് പേഴ്സണലി എന്റെയും ഋഷുവിന്റെയും ഉപേദിന്റെയും കുറെ ആളുകളുടെ എല്ലാവരെയും. അതെ, അപ്പം അത് നമ്മളാണ് വളർത്തേണ്ടത്, നമ്മുടെ ഇൻഡസ്ട്രിയെ. അല്ലെങ്കിൽ മെയിൻ റിവ്യൂവേഴ്സ് നമ്മുടെ അശ്വന്ത് ഗോക്ക് ആയിക്കോട്ടെ, ഷസാം ആയിക്കോട്ടെ, അതുപോലെ ഉണ്ണി, പിന്നെ ഒരുപാട് റിവ്യൂവേഴ്സ്, എല്ലാവരും റിവ്യൂ നിങ്ങൾ നോക്കിയാണ് എല്ലാവരും പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം അങ്ങനെ റെയറായിട്ട് സംഭവിക്കുള്ളൂ. എല്ലാവരും ഒരുപോലെ അല്ലെ, എന്റർടൈൻമെന്റ് കഴിയും പറയുന്നത്. അപ്പൊ എനിവേ എല്ലാവരും പോയി കാണാം. ബൈ. നല്ലൊരു മൂവിയാണ്, എക്സ്പീരിയൻസ് ചെയ്യട്ടെ അല്ലേ? Thank you. Bye bye. Signing off, Ubaid, Irshu and Arshak. Bye bye.